തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇങ്ങനെയായിരിക്കണം. ഒരു തെരഞ്ഞെടുപ്പിന് ജനങ്ങളുടെ മുമ്പിൽ പോയി നെഞ്ചു വിരിച്ചു വോട്ട് ചോദിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് LDF മുന്നണി സംവിധാനങ്ങൾ കാണിച്ചു തന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് അവസാനിച്ചത്. പരസ്യ പ്രചാരണം അവസാനിച്ച് തെക്കൻ കേരളവും മധ്യ കേരളവും വോട്ടിംഗ് ബൂത്തിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കെ ചിന്തിച്ചു നോക്കൂ ജനങ്ങളെ. 62 ലക്ഷം സ്ത്രീകളിലേക്കാണ് ക്ഷേമ പെൻഷൻ എത്തിച്ചത് പിണറായി സർക്കാർ. 30 ലക്ഷത്തോളം പേരിലേക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക സുരക്ഷാ പദ്ധതികൾ, യുവാക്കൾ, സ്ത്രീകൾ, ആശാവർക്കർ, അങ്ങനെ സമൂഹത്തിന്റെ നാനാ തട്ടിലുള്ളവരിലേക്ക് വീടുകളിലേക്ക് വലിയ രീതിയിലുള്ള പദ്ധതികൾ എത്തിച്ച് വോട്ട് ചോദിച്ച് പറഞ്ഞതെന്തോ അത് തന്നെ ചെയ്ത് കാണിച്ച ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് അവസാനിക്കുന്നത്. LDF മുന്നണിയിൽ വോട്ട് തേടി വീട് കയറിയവർ, വോട്ടേഴ്സിനെ നേരിട്ട് കണ്ടവരുടെ മുഖത്ത് ആ ബോഡി ലാംഗ്വേജിൽ ഉണ്ടായിരുന്നു ആ ഒരു ആത്മവിശ്വാസം. പറഞ്ഞത് ചെയ്തിട്ട് പോയി വോട്ടേഴ്സിന്റെ മുന്നിൽ നിൽക്കുമ്പോഴുള്ള ഒരു തൻ്റെ ഇടമുണ്ടല്ലോ, വോട്ട് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആർജവമുണ്ടല്ലോ, ആ ആർജവം കാണാമായിരുന്നു ഓരോ സ്ഥാനാർത്ഥികളിലും എന്നുള്ളതാണ്. നോക്കൂ, തിരുവനന്തപുരത്തും മേയർ ആര്യ രാജേന്ദ്രൻ ഇറങ്ങി വന്ന് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. 21-കാരിയെ തലസ്ഥാന നഗരത്തിന്റെ അധ്യക്ഷയാക്കി പിള്ള കളിക്കുന്നോ തമാശ കളിക്കുന്നോ എന്ന് ചോദിച്ചവരുടെ മുന്നിലേക്കാണ് 5 വർഷം കറകളഞ്ഞ പ്രവർത്തനം നടത്തി ആര്യ അനന്തപുരിയിൽ ഇങ്ങനെ ആ ഒരു നഗരത്തെ ഇങ്ങനെ മറ്റൊരാളിലേക്ക് ഏൽപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുന്നത്. നോക്കൂ, എറണാകുളത്തേക്ക് അനിൽകുമാറിന്റെ പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറയുകയാണ് മേയർ ജനങ്ങളുടെ മുമ്പിൽ. ഞാൻ ചെയ്തതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ഞാൻ ചെയ്തതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ, നിങ്ങൾ ഈ നഗരത്തെ ഞാൻ പുതിയ സാരഥികളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറയാനുള്ള തൻ്റെ ഇടം അതാവണം ജനപ്രതിനിധികൾ. കേരളത്തിന്റെ മുക്കിലും മൂലയിലും വാർഡുകൾ തോറും വീടുകൾ കയറിയ സ്ഥാനാർത്ഥികൾ പറഞ്ഞു വെച്ചതും അതാണ്. ഞങ്ങൾ ചെയ്യാമെന്നല്ല, 10 വർഷം ഞങ്ങൾ പറഞ്ഞത് ചെയ്തിട്ടില്ലേ, ഞങ്ങൾ പറഞ്ഞത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ലേ, തുടരണ്ടേ ഈ പ്രവർത്തനങ്ങൾ, നമുക്ക് തുടരണ്ടേ ഈ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് LDF മുന്നണി സംവിധാനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചപ്പോ ഒന്നും പറയാനില്ലാതെ ഞങ്ങൾ ചെയ്യാം 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 വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി UDF മുന്നണി ഇങ്ങനെ നിലംപരിശായ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. അങ്ങനെ തന്നെയല്ലേ പറയേണ്ടി വരിക. നിങ്ങൾ ഒന്ന് ഇറങ്ങി വായിക്കൂനേ, നിങ്ങൾ ഒന്ന് കണ്ണോടിക്കൂ കേരളത്തിന്റെ തെരുവീതികളിലൂടെ. അത്രമേൽ വലിയ പ്രവർത്തനങ്ങളാണ് നടന്നു പോയത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഒരു മുന്നണി സംവിധാനം എങ്ങനെയാണോ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്, 10 വർഷമായി ഈ നാട് ഭരിക്കുന്നു. 10 വർഷം ഈ നാട് ഭരിച്ചിട്ട് 3ാം വട്ടത്തിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു സർക്കാർ എന്തെല്ലാം, എങ്ങനെയെല്ലാം, എപ്പോഴെല്ലാം ചെയ്യണമോ അത് ചെയ്തു തീർത്തതിന്റെ ആത്മവിശ്വാസമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്നു മുതൽ ഇന്നലെ പരസ്യ പ്രചാരണം കലാശക്കൊട്ടിൽ കൊടിയിറങ്ങും വരെ കേരളത്തിൽ നാം കണ്ടത് എന്ന് പറയാതെ വയ്യ.